നമസ്കാരം. പതിരും കതിരും. കണ്ണാടിയാദ്യമായൻ ബാഹ്യരൂപം സ്വന്തമാക്കി. ഗായക നീ എൻ ചേതനയും സ്വന്തമാക്കി. പാർട്ടി തോറ്റപ്പോൾ ഗോവിന്ദൻ്റെ മകൻ പറഞ്ഞു അച്ഛൻ പോയി കണ്ണാടി നോക്കാൻ. അടുക്കളയിൽ കഞ്ഞി കുടിക്കാനിരിക്കുമ്പോൾ ഭാര്യ പി കെ ശ്യാമള പറഞ്ഞു നിങ്ങളുടെ ശരീരഭാഷ ശരിയല്ല. പുറത്തിറങ്ങിയപ്പോൾ കമ്മികൾ പറഞ്ഞു നിങ്ങളെ ഒന്നിനും കൊള്ളില്ല. ജില്ലാ കമ്മിറ്റികൾ ഒന്നടങ്കം പറഞ്ഞു ഗോവിന്ദനെ കാശിന് കൊള്ളില്ല. വീട്ടുകാരും നാട്ടുകാരും പാർട്ടിയും ഒന്നിച്ചു പറഞ്ഞപ്പോൾ ഗോവിന്ദൻ ഒന്ന് തീരുമാനിച്ചു. ആദ്യം മകൻ പറഞ്ഞതുപോലെ കണ്ണാടി നോക്കാം. നോക്കി. തൻ്റെ പ്രതിക്രിയാരൂപവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും കണ്ട് ഗോവിന്ദൻ തന്നെ ഞെട്ടിപ്പോയി. പച്ചാളം ഭാസി സരോജ് കുമാറിനെ പഠിപ്പിച്ച നവരസങ്ങളും സ്വന്തമായി ചില ഗോഷ്ഠികളും ഗോവിന്ദൻ പരീക്ഷിച്ചു നോക്കി. കണ്ണെത്തുന്നിടത്ത് കാലും ചെവി കേൾക്കുന്നവരെ കണ്ണും കൂർപ്പിക്കാൻ ഗോവിന്ദൻ തീരുമാനിച്ചു. കണ്ണാടി ആദ്യമായി തൻ്റെ ബാഹ്യരൂപം സ്വന്തമാക്കിയപ്പോൾ ഗോവിന്ദ മാനസം മഞ്ചീര ജിഞ്ചിതമണിഞ്ഞു. മുടിയിഴകളിൽ എണ്ണമിനിപ്പ് കണ്ടു. കണ്ണുകളിൽ മുനിഞ്ഞു കത്തുന്ന ദീപം കണ്ടു. പുരികക്കൊടികളിൽ ചുരിക കണ്ടു. കവിളുകൾ അല്പം കൂടി തുടുക്കാനുണ്ട്. ഗോദ്രേജ് ഉൽപ്പന്നങ്ങളുടെ സ്ഥിരമായ ഉപയോഗത്താൽ അസ്തിത്വം നഷ്ടപ്പെട്ടു പോയ മീശരോമങ്ങൾ ചോദിച്ചു ജരാനര ബാധിച്ച ഞങ്ങളെ കോസ്മെറ്റിക് ജീവിതത്തിൽ നിന്നും മോചിപ്പിക്കില്ലേ ഗോവിന്ദ. ആദ്യമായി തൻ്റെ രൂപം കണ്ണാടിക്ക് മുമ്പിൽ കണ്ട ഗോവിന്ദൻ തൻ്റെ വിപ്ലവ ചിന്തകളെല്ലാം വെടിഞ്ഞു. നല്ലൊരു മനുഷ്യനാകാൻ കണ്ണാടിയിൽ കണ്ട രൂപം ഗോവിന്ദനോട് പറഞ്ഞു. അഭിനയം പകുതി നിർത്തണം. വിടുവായത്തം ഒരശ്ലീലമാണെന്നും ആത്മചേതന മന്ത്രിച്ചു. അതെല്ലാം അപ്പടി ഗോവിന്ദൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഇതുവരെ ഗോവിന്ദൻ കാച്ചിയിട്ട് പോയ ഒരു പ്രസ്താവനയും വാർത്താ സമ്മേളനവും അദ്ദേഹം പിന്നെ കണ്ടിട്ടില്ല. തൻ്റെ പ്രസ്താവനകൾ തീരെ ശരിയല്ല എന്ന് സെക്രട്ടറിക്ക് അറിയാം. അതിനാൽ തന്നെ വീണ്ടും ഒന്നുകൂടി കാണാനുള്ള ത്രാണിയില്ല. എന്നാൽ ജനറൽ സെക്രട്ടറി ബേബി അതല്ല. തൻ്റെ പ്രസ്താവനകൾ വീണ്ടും വീണ്ടും കണ്ട് ആത്മനിർവൃതി അടയുകയാണ്. പ്രസ്താവിക്കാനും പ്രസംഗിക്കാനുമല്ലാതെ മറ്റൊന്നിനും കഴകത്തില്ലാത്ത ജനറൽ സെക്രട്ടറിയാണ് താനെന്ന് ബേബി സഖാവിന് നല്ലതുപോലെ അറിയാം. ഗോവിന്ദനോട് മകൻ പറഞ്ഞില്ലേ കണ്ണാടി നോക്കാൻ. ഈ മകൻ ഇതുവരെ ഏത് ഉഗാണ്ടയിലായിരുന്നു. തൻ്റെ അച്ഛനൊരു പാർട്ടിയെ മാത്രമല്ല വീട്ടിലിരിക്കുന്ന അമ്മയെ വരെ തോൽപ്പിച്ച് നിലത്തടിച്ചപ്പോഴാണ് മകൻ സാരോപദേശവുമായി ഇറങ്ങി വന്നിരിക്കുന്നത്. വേണ്ട സമയത്ത് ഒരുത്തനും ബുദ്ധി തെളിയില്ല എന്നുള്ളതാണ് ഈ വംശത്തിൻ്റെ ഒരു കുഴപ്പം. ആയ കാലത്ത് അപ്പൻ്റെ തണലിൽ മകനും കുറേ സുഖിച്ച് കാണണം. ഒരു തട്ടുകേട് വന്നപ്പോൾ അപ്പൻ്റെ താടിക്ക് പിടിക്കുന്ന മക്കളുടെ കാലമാണല്ലോ ഇത്. കണ്ണാടി നോക്കാൻ മാത്രമല്ല അച്ഛൻ്റെ ശരീരഭാഷ ശരിയാക്കണമെന്നും മകൻ ഉപദേശിച്ചു അത്രേ. നിഷ്കളങ്കനായ ഗോവിന്ദൻ ഇതൊക്കെ ചെന്ന് പറഞ്ഞത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിലാണ്. മകൻ ഗോവിന്ദനെ ഏതെങ്കിലും ജിംനേഷ്യത്തിൽ കൊണ്ടുപോയി ശരീരത്തിൽ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി കൊടുക്കണം. ശരീരഭാഷ ശരിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി റാമ്പിലൂടെ നടക്കാൻ പഠിപ്പിക്കണം. മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ദിവസം ഫെമിന മിസ് കേരള റാമ്പിലൂടെ ചുവടുവെക്കും പോലെ ഗോവിന്ദൻ ആ വേദിയിലൂടെ നടന്നു പോകുന്നത് നമ്മളെല്ലാം കണ്ടു. ഒരു തരുണിയുടെ ചുവടുകൾ നോക്കുന്ന രസത്തോടെ പൗരപ്രമുഖരും സദസ്സും പ്രമുഖരും അത് കണ്ടിരിക്കുകയായിരുന്നു. ഒരു കുഴപ്പവും ആ ശരീരഭാഷയ്ക്കുണ്ടായിരുന്നില്ല. തിരിച്ചു വരാനുള്ള ഒരു വ്യഗ്രത ശരീരത്തിൻ്റെ കോശസ്ഥിതിയിൽ പ്രകടമായിരുന്നു. വല്ലാത്തൊരു ആത്മവിശ്വാസം. പരാജിതൻ്റെ ഭാവമായിരുന്നില്ല അത്. നാളെ മുതൽ മറ്റൊരു ഉടച്ചു വാർത്ത ഗോവിന്ദനെയാകും നമ്മൾ കാണാൻ പോവുക. എപ്പോൾ ചിരിക്കണം, എപ്പോൾ ഗൗരവത്തിലാകണം, എപ്പോൾ അഭിനയിക്കണം എന്ന കൺഫ്യൂഷനായിരുന്നു ഇതുവരെ ഗോവിന്ദന് ഉണ്ടായിരുന്നത്. എന്തൊക്കെയായാലും തോറ്റപ്പോഴെങ്കിലും മകന് ഗോവിന്ദനെ നല്ലൊരു പെരുമാറ്റം പഠിപ്പിക്കാൻ കഴിഞ്ഞല്ലോ. ഇതുപോലൊരു അമ്മയും മക്കളും ഒന്ന് ഉപദേശിച്ചിരുന്നെങ്കിൽ ഈ പിണറായിക്ക് ഗതി വരില്ലായിരുന്നു. മനുഷ്യരോടുള്ള പെരുമാറ്റം ശരിയല്ല എന്ന് ആ മകൾ ഒരിക്കലെങ്കിലും അച്ഛനോട് പറഞ്ഞിട്ടുണ്ടോ? എനിക്കാരുടെയും മാസപ്പടി വേണ്ടച്ഛ, അധ്വാനിച്ചുണ്ണുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, അതൊന്നു വേറെയാ എന്ന് ആ മകൾ പറഞ്ഞു. കണ്ണാടി നോക്കി ചിരിച്ചു പഠിക്കണം എൻ്റെ അച്ഛനെന്ന് മകൻ എന്തുകൊണ്ടാണ് പറഞ്ഞു കൊടുക്കാതിരുന്നത്? ഗൺമാന്മാർ ഗുണ്ടകളെ പോലെ യൂത്തിലെ ചെറുപ്പക്കാരുടെ തല തല്ലി ചതച്ചത് ശരിയല്ല, നമുക്കുമുണ്ട് രണ്ടു മക്കളെന്ന് ആ കമലേട്ടത്തി ഒരിക്കലെങ്കിലും ഭർത്താവിനെ ഉപദേശിച്ചു കൊടുത്തോ? സർക്കാർ ഉദ്യോഗസ്ഥനെ ആയാലും സമ്പന്നന്മാരെ ആയാലും ഭരിക്കുന്നവന്മാരെ ആയാലും വീട്ടിലിരിക്കുന്ന മക്കളും ഭാര്യയും വേണം നല്ലത് ചൊല്ലിപ്പറഞ്ഞ് നേരെയാക്കാൻ. സൈബർ ചാവേറുകളായി ചാനൽ ചർച്ചയ്ക്ക് വന്ന് വിവരദോഷവും വകതിരിവില്ലായ്മയും പറഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുന്നവരെ അവരുടെ മക്കളും ഒന്ന് നന്നാക്കിയിരുന്നെങ്കിൽ ഈ പ്രസ്ഥാനം എന്നേ രക്ഷപ്പെട്ടേനെ. എല്ലാവരുടെയും ഉപദേശം തോൽവിക്കാലത്ത് നമ്മൾ സ്വീകരിക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾ തോന്നിയതുപോലെ തോന്നിയവാസം വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഞങ്ങളുടെ നയം.